പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞു, അതായത് ഇങ്ങനെയൊരു ഇത് വരാൻ പോവുകയാണ്, അപ്പോൾ രാജ്യ താല്പര്യം ആണ് നമുക്ക് പ്രധാനം, അതുപോലെ സ്വദേശി പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള രീതിയിൽ ഇന്ത്യൻ സാധനങ്ങൾ വാങ്ങുക എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇന്ന് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ വേഗം നടന്നുകൊണ്ടിരിക്കുന്നു, വളരെ വേഗത്തിൽ. DRDO ഇന്നലെ പത്രത്തിൽ ഫോട്ടോയൊക്കെ വന്നല്ലോ, നമ്മളുടെ പുതിയ പ്രതിരോധ സംവിധാനം എല്ലാം ഫുൾ ഇൻറ്റഗ്രേറ്റഡ് ആൻഡ് ഇന്ത്യൻ എന്ന് അവകാശപ്പെടുന്നു. അതിനകത്ത് എത്ര ഫോറിൻ എലമെൻറ്റ്സ് ഉണ്ട് എന്നറിയില്ല. അപ്പോൾ അത് വളരെ വേഗത്തിൽ നമ്മൾ ചെയ്യുന്നു. ഈ ഡിഫൻസിലേക്ക് പ്രൈവറ്റ് സെക്ടറിന് അൺറെസ്ട്രിക്റ്റഡ് ആക്സസ് കൊടുത്തിരിക്കുന്നു, ന്യൂക്ലിയർ ഒഴിച്ചുള്ള ബാക്കി ആയുധങ്ങളിലെല്ലാം. ഇപ്പോൾ ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് വലിയൊരു വാതിലാണ് മോദി തുറന്നു കൊടുത്തിരിക്കുന്നത്. ഈ ഡ്രോൺ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റിയവർ, അതുണ്ടാക്കാൻ പറ്റിയ ആൾക്കാർ, ഇവർക്കെല്ലാം ഇപ്പം തന്നെ വലിയൊരു വിഭാഗമുണ്ട് ഇത് ഉണ്ടാക്കി DRDOയ്ക്കും ഇന്ത്യൻ ആർമിക്കുമൊക്കെ സപ്ലൈ ചെയ്യുന്നവരുണ്ട്, ഇന്ത്യൻ എയർഫോഴ്സിന് സപ്ലൈ ചെയ്യുന്നവരൊക്കെ. അവരുടെ വളരെ സ്ട്രിഞ്ചൻ ക്വാളിറ്റി കൺട്രോളാണ്. ബട്ട് യു ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി ഇഫ് യു ക്യാൻ മീറ്റ് ദ ക്വാളിറ്റി. അത് മീറ്റ് ചെയ്യാൻ ഇന്ത്യൻ ചെറുപ്പക്കാർ തയ്യാറുമാണ്, അതിനുവേണ്ടി ബുദ്ധിമുട്ടാൻ തയ്യാറാണ്. ഓൺലി തിങ്, ഇവരിത് കാശ് മുടക്കി ഡെവലപ്പ് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവരുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് വേണ്ട, ഇതിലും വില കുറഞ്ഞ് ഞങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ കിട്ടും എന്ന് പറഞ്ഞ് അവരെ വഴിയാധാരമാക്കരുത്. ചിലപ്പോൾ ഓസ്ട്രേലിയയിൽ നിങ്ങൾക്ക് വില കുറഞ്ഞ് കിട്ടുമായിരിക്കാം, പക്ഷേ അതൊരു ഓസ്ട്രേലിയൻ സാധനമാണെന്ന് മനസ്സിൽ കാണും. ഇത് ഇന്ത്യൻ സാധനമാണ്, ഇതിന് വേണ്ടിയിട്ട് ഇത് ഡെവലപ്പ് ചെയ്യാൻ അയാൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തു, ആ പൈസ അയാൾ തിരിച്ച് കിട്ടണ്ടേ. അപ്പോൾ ഇത് മനസ്സിലാക്കി ഇന്ത്യൻ ബ്യൂറോക്രസിയും കൂടെ സഹകരിച്ചാലേ ഇത് മുന്നോട്ട് പോകുള്ളൂ. പലപ്പോഴും ഒരു സാധനം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ തടസ്സം നിൽക്കുന്നത് ബ്യൂറോക്രസിയാണ്. ഒരു രീതിയിലും അവർ നിങ്ങൾക്ക് ലൈസൻസ് തരില്ല, വേറെ എന്തെങ്കിലും ഉടക്കൊക്കെ പറഞ്ഞിട്ട് തട്ടാമുട്ടി പറഞ്ഞ് ആ ഫയൽ വെച്ചുകൊണ്ടിരുന്ന് അവസാനം ഡിസാർട്ടൻ്റായിട്ട് ഇയാൾ അമേരിക്കയിലേക്ക് പോകും. അവിടെ പോയിട്ട് അവിടെ വലിയ ആളായി കഴിയുമ്പോൾ ഇവർ ഫോട്ടോ കൊടുക്കും. ഇന്ത്യൻ വംശജൻ അമേരിക്കയുടെ ഗൂഗിളിൻ്റെ തലപ്പത്ത്, സുന്ദർ പിച്ചൈ ഗൂഗിളിൻ്റെ തലപ്പത്ത്. എന്ത് പ്രയോജനം? സുന്ദർ പിച്ചൈ ഒരു കാലത്ത് ഇന്ത്യക്കാരനായിരുന്നു, ഇപ്പോൾ അയാൾ അമേരിക്കനാണ്. ഇവിടെ അവരെ പോറ്റി വളർത്താനോ പ്രോത്സാഹിപ്പിക്കാനോ സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് അമേരിക്കയിൽ പോകുന്നത്. പിന്നെ അമേരിക്ക ഈ മിടുക്കന്മാർക്ക് കൂടുതൽ ശമ്പളമൊക്കെ ഫെസിലിറ്റീസൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും. ആ ഒരു ചിന്താഗതിയിൽ നിന്ന് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. ആവശ്യത്തിന് പണവും സംഗതിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കൂടുതൽ പണം വേണമെന്ന് പറഞ്ഞിട്ട് അമേരിക്കയ്ക്ക് പോകാതെ ഇവിടെ തന്നെ നിൽക്കാനും അതാണ് ഈ ആത്മനിർഭർ ഭാരത്. അതൊരു ചിന്താഗതിയും കൂടെയാണ്. ആത്മനിർഭർ ഭാരത് ഫിസിക്കൽ ഒരു പ്രോഗ്രസ്സും സ്ട്രാറ്റജിയും മാത്രമല്ല, അതൊരു മനോഭാവം കൂടെയാണ്. അപ്പോൾ ആ മനോഭാവം വളർത്തിയെടുക്കണം.